സുഖം തന്നെ അല്ലേടോ സാർ? ഒരു മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് ഇങ്ങോട്ട്. മിനിസ്റ്റർ തങ്കപ്പൻ അങ്ങനെയാണ്, സുനാമി പോലെ വരും പോകും. പോലീസ് ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും സ്മാർട്ടിഫിക്കേഷൻ ആയിരിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ട്രാറ്റജിയാണ്. എന്നെയാണ് പറയാൻ വന്നതും. സാർ അകത്തോട്ടിരിക്കാം. അയ്യോ വൈ നോട്ട്? എനിക്കങ്ങനെ തന്നിൽ താഴ്ന്നവരെന്നോ വലിപ്പച്ചെപ്പ വ്യത്യാസമോ ഒന്നുമില്ല. എവിടെ വേണമെങ്കിലും ഇരിക്കും. താനിരിക്കും. വാടോ. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു. കേസ് അന്വേഷണത്തിനിടയിൽ നിങ്ങൾ തല്ലുകൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പിലായിരുന്നെന്ന് കേട്ടല്ലോ. അല്ല, ഞാൻ ഹോസ്പിറ്റലായിരുന്നു. അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. ഈ പാർട്ടി ഹൈക്കമാൻഡിന്റെയും കൂട്ടുകക്ഷികളുടെ നിർബന്ധം സഹിക്കാനാവാതെ വന്നപ്പോ ഞാൻ മന്ത്രി ആയെങ്കിലും നിങ്ങളെപ്പോലുള്ള പോലീസുകാരൊക്കെ എനിക്ക് മറക്കാൻ പറ്റുമോ? ഞാൻ നിങ്ങളെ നേരിട്ട് കണ്ട് അഭിനന്ദിക്കാൻ വന്നാണ്. എന്റെയും എന്റെ പാർട്ടിയുടെയും എല്ലാമായ നടേശൻ സാറിന്റെ ഘാതകനെ കണ്ടുപിടിക്കുന്നതിൽ കമ്മീഷണർ വളരെ ദൂരം മുന്നോട്ട് പോയിരിക്കുന്നു എന്ന് രാവിലെ DGP വിളിച്ചു പറഞ്ഞു. അറിഞ്ഞ ഉടനെ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ട. അപ്പൊ ഞാനാ പറഞ്ഞ ഡിസ്ചാർജ് ആയി വീട്ടിലുണ്ടെന്ന്. ഹാപ്പി ന്യൂസ് കേട്ടപ്പം സന്തോഷമായി സർ. സാറിനെ അറിയിക്കേണ്ട, മിനിസ്റ്റർ തന്നെ നേരിട്ട് പറഞ്ഞോളാം പറഞ്ഞു. മണ്ണെണ്ണ കലർത്തിയ പെട്രോൾ ഒഴിച്ച ഓടി അലർന്ന ഓട്ടോറിക്ഷ നിങ്ങൾ അന്ന് പറഞ്ഞപ്പോ ഞാൻ നിങ്ങളെ പുച്ഛിച്ചു. പക്ഷെ ഇപ്പൊ ഐ ആം അണ്ടർസ്റ്റാൻഡ് യു ആർ വെരി വയലന്റ്. ഇന്റലിജന്റ് എന്നാ ഉദ്ദേശിച്ചത്. എന്തോ അതന്നെ. അപ്പൊ ഓട്ടോറിക്ഷ കണ്ടെത്തി സാർ. ഇന്ന് രാവിലെ ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അയാളെ ക്വസ്റ്റ്യൻ ചെയ്തു സാർ. ഓട്ടോയിൽ വന്ന ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആരാണ് അയാൾ? സാർ സംശയിച്ച ആള് തന്നെ. ഇനി എത്രയും പെട്ടെന്ന് പ്രതി അറസ്റ്റ് ചെയ്യണം. സർ, ഞാൻ മന്ത്രി കസേരയിൽ കയറിയ ഉടനെ ഈ കേസ് തെളിയിക്കാൻ പറ്റിയാൽ അതെനിക്കൊരു ടാറ്റിഫിക്കേഷനാ. എന്റെ വക ഒരു പ്രൊമോഷൻ കമ്മീഷണർ കർത്താക്കി. സാർ, കർത്താ സാറിന്റെ കൂടെ ഇൻവെസ്റ്റിഗേഷനിൽ ആക്റ്റീവായിട്ട് ഞാനും ഉണ്ടായിരുന്നു. താനിക്ക് ഉണ്ടോ പ്രൊമോഷൻ? എന്നും ഇങ്ങനെ വെറും CI ആയിട്ട് ഇരുന്നാ മതിയാ? ഒരു ASI ഒക്കെ ആവണ്ടേ? വള്ളറക്കടോ, വണ്ടി ഇറക്കടോ. താൻ ASI ആയാൽ എനിക്കത് വലിയ സാറ്റിഫിക്കേഷൻ ആയിരിക്കും. എന്നെ വിശ്വസിക്കണം സർ, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. ഓക്കെ. അപ്പൊ നന്ദിനി മിനിസ്റ്ററുടെ പേഴ്സണൽ ബംഗ്ലാവിൽ പോയിട്ടില്ല, അദ്ദേഹത്തെ കണ്ടിട്ടില്ല, അദ്ദേഹത്തിന്റെ കൊലപാതകവുമായി യാതൊരു ബന്ധവുമില്ല അല്ലേ? ഇല്ല സർ. വിഘ്നേഷ് സാർ, ഭാർഗവ അയാളെ കൊണ്ടുവരും. ഇയാളെ അറിയോ? താൻ ഇവരെ അറിയോ? ഓ അറിയും സാറേ. എങ്ങനെ അറിയും? ഞങ്ങളും പത്രങ്ങളും ടിവികളും ഒക്കെ കാണുന്നവർ തന്നെ. നടേശ സാറിനെതിരെ കേസ് കൊടുത്തത് ഇവർ തന്നെയല്ലേ? അന്ന് തന്റെ ഓട്ടോയിൽ അവിടെ വന്നിറങ്ങിയത് ഇവര് തന്നെയാണെന്ന് ഉറപ്പാണോ? തന്നെ സാർ, ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു തന്നെ. ഇവർ തന്നെ. എന്നാ താൻ പോയിക്കോ. ഓ, നന്ദിനി ഇപ്പോഴെന്ത് പറയുന്നു? മര്യാദയ്ക്ക് സത്യം പറഞ്ഞില്ലെങ്കിൽ ഈ ദുർഗയെ കൊണ്ട് ഇടിപ്പിക്കും. ഇത് 98 കിലോ തൂക്കോളം. വെറുതെ 98 വിടടോ. അവർ അബദ്ധത്തിൽ ഒരു കള്ളം പറഞ്ഞു പോയി. മനുഷ്യൻ എല്ലാ സമയത്തും സത്യം പറയാൻ പറ്റുമോ? അല്ലേ നന്ദിനി? മിനിസ്റ്റർക്കെതിരെ കൊടുത്ത അപകീർത്തി കേസിന്റെ പരാജയം, കോളേജിൽ വെച്ചുള്ള മിനിസ്റ്ററുടെ ആക്ഷേപ പ്രസംഗം, മകനെ കയ്യിൽ കിട്ടിയാൽ കൊന്നുകളയുമോ എന്നുള്ള ഭയം, ഇങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിൽ ഏതൊരാളും കൊലപാതകയായി പോകാം. ദാറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ അല്ലേ നന്ദിനി? ഇല്ല സർ, ഞാൻ ആരെയും കൊന്നിട്ടില്ല. പിന്നെ നിങ്ങൾ എന്തൊരു ഗസ്റ്റ് ഹൗസിൽ പോയി? സംഭവം നടന്ന ദിവസം 7:15 സിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾ മിനിസ്റ്ററുടെ സെൽഫോണിൽ വിളിച്ചിരുന്നു. വേണ്ട നന്ദിനി, കള്ളം പറഞ്ഞ് അധിക നേരം പിടിച്ചു നിൽക്കാമെന്ന് വ്യാമോഹിക്കേണ്ട. എന്തിനാണ് നിങ്ങൾ മിനിസ്റ്ററെ വിളിച്ചത്? മറ്റൊരു വഴി ഇല്ലാഞ്ഞിട്ട്. ഞാനൊരു വഴി പറയാം. പറയുമ്പം അഭിമാനക്കുറവായി തോന്നും. പക്ഷെ ഈ അവസ്ഥയിൽ ഞാൻ ആലോചിച്ചിട്ട് വേറെ ഒരു പോംവഴിയും കാണുന്നില്ല. അറിഞ്ഞ വിവരം വെച്ച് നോക്കുമ്പം രമേശ് ഇപ്പൊ പോലീസിന്റെ കയ്യിലാണെന്ന് ഉറപ്പാ. അവന്മാരെന്തേലും കടുങ്കൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നിങ്ങൾ രണ്ടും കൽപ്പിച്ച ആ നടേശ മന്ദിരം ഒന്ന് വിളിക്ക്. ഇനി ഒന്നും ആലോചിക്കാനില്ല. എന്ത് വില കൊടുത്തു രമേശിനെ രക്ഷിച്ചേ പറ്റൂ. അത് അങ്ങോട്ട് വിചാരിച്ചാലേ നടക്കൂ. നിങ്ങളൊന്ന് വിളിക്ക്. ഞാൻ വിളിച്ചു. എന്റെ മോൻ അയാളുടെ പേഴ്സണൽ കസ്റ്റഡിയിലാണെന്നും ഗസ്റ്റ് ഹൗസിൽ ചെന്ന് മാപ്പ് പറഞ്ഞാൽ കൊല്ലാതെ വിട്ടയക്കാമെന്നും പറഞ്ഞു. അതനുസരിച്ച് നിങ്ങൾ അവിടെ പോയി. അതിനു മുമ്പ് അവിടെ പോയിട്ടുണ്ടോ? ഇല്ല, പക്ഷെ സ്ഥലം അറിയായിരുന്നു. ഗസ്റ്റ് ഹൗസിൽ ചെന്നപ്പോ മുൻവശത്തെ ഗേറ്റ് അടച്ചിരിക്കുകയായിരുന്നു അല്ലേ? ഓട്ടോറിക്ഷക്കാരനാണ് പിൻവശത്തെ ഗേറ്റ് കാണിച്ചു തന്നത്. അതെ. അകത്തെത്തിയപ്പോഴാണ് അത് നിങ്ങളെ കയ്യിൽ കിട്ടാനുള്ള ട്രാപ്പായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായത്. നന്നായി മദ്യപിച്ചിരുന്ന മിനിസ്റ്റർ നിങ്ങളെ കടന്നു പിടിച്ചു. പിടിവലിക്കിടയിൽ തെറിച്ചു വീണ അയാളെ നിങ്ങൾ വാനിറ്റി ബാഗിൽ എപ്പോഴും കൊണ്ടു നടക്കാറുള്ള കത്തിയെടുത്ത് പുറകിൽ നിന്ന് ആഞ്ഞു കുത്തി. പിന്നെ ആരാ കൊന്നത്? എനിക്കറിയില്ല സർ.
ഞാൻ അവിടെ ചെന്നപ്പോ മിനിസ്റ്റർ രക്തത്തിൽ കിടന്ന് പിടയ്ക്കായിരുന്നു. ഇത് ഞാൻ വിശ്വസിക്കണം അല്ലേ? ഈശ്വരനാണ്, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഗസ്റ്റ് ഹൗസിൽ പോയിട്ടേയില്ലെന്ന് പറഞ്ഞ നന്ദിനി ഇപ്പൊ കുത്തുകൊണ്ട് പിടയ്ക്കുന്നത് കണ്ടു എന്ന് വരെ എത്തി. നിഷേധിക്കാനാവാത്ത അടുത്ത തെളിവുകൾ ഞാൻ നിരത്തുമ്പോ നിങ്ങൾക്ക് സത്യം പറയേണ്ടി വരും. കൊലയിൽ പങ്കുണ്ടെന്ന്. തൽക്കാലം പോയിക്കോളൂ. ഇവര് പഠിച്ച കള്ളിയാണ് സാർ. സാറ് പെർമിറ്റ് ചെയ്താൽ കൊന്നത് ഇവര് തന്നെയാണെന്നും കൊല്ലാൻ ഉപയോഗിച്ച ആയുധം എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്നും തത്ത പറയുന്ന പോലെ ഞാൻ പറയിപ്പിക്കാം. ഇവരെ അറസ്റ്റ് ചെയ്യണം സാർ. ഒരാളെ മാത്രം അറസ്റ്റ് ചെയ്താൽ ഈ കേസിന്റെ ഗതി തന്നെ മാറിപ്പോയെന്നിരിക്കും. എന്ന് വെച്ചാൽ എന്റെ പൊന്നു സാറേ, ഇവരെ അറസ്റ്റ് ചെയ്ത് ഒരു പത്രസമ്മേളനം നടത്തി ഒന്ന് ഷൈൻ ചെയ്യാമെന്ന് കരുതിയതാ. കക്ഷത്തിലിരിക്കുന്ന പ്രതിയെക്കാളും ഉത്തരത്തിലിരിക്കുന്ന സാക്ഷിയെ തപ്പാനാണ് നമ്മുടെ കമ്മീഷണർക്ക് താല്പര്യം. അതെങ്ങനെ പെണ്ണുങ്ങളെന്ന് പറഞ്ഞ അപ്പ സെന്റിമെന്റ്സ് അല്ലേ? സാറിന് 100 ആയുസാ. അത്രയും വേണോ മിസ്റ്റർ അലക്സ് പോൾ? 100 കൊല്ലം കഴുതിയായിട്ട് ജീവിക്കുന്നതിനേക്കാൾ 6 കൊല്ലം സിംഹമായിട്ട് ജീവിക്കുന്നതാണ് എനിക്കിഷ്ടം. അല്ല സാർ ഇപ്പൊ എത്തുന്നും പറഞ്ഞ ഐജി അത് നാവ് വായിൽ കിട്ടതേ ഉള്ളൂ. അതൊന്ന് പുറത്തേക്ക് എടുപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇനിയും പ്രശ്നം ഉണ്ടാക്കിയ ഹോം മിനിസ്റ്ററുടെ പാർട്ടിക്കാരാണ് നോക്കേണ്ട ആവശ്യമില്ല. വെച്ച് താങ്ങിയരെ. ദാസപ്പ, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാത്തവരുടെ ആത്മാക്കളാണ് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത്. അലഞ്ഞു തളർന്ന എന്റെ ആത്മാവിന് ഇന്ന് ശാന്തി ലഭിക്കണമെങ്കിൽ എനിക്ക് നിന്റെ രക്തം വേണം. അതെന്ത് ന്യായമാ ദാസപ്പ? എന്തിനും ഏതിനും എന്നോടൊപ്പം നിന്നവനല്ലേ നീ? സ്വന്തം ആളായി നിന്നെ കൂടെ കൊണ്ട് നടന്നവനല്ലേ ഞാൻ? എന്നോട് വേണ്ട, നീ ഇനി ജീവിച്ചിരിക്കണ്ട, നമുക്കൊന്നിച്ചു പോകാം. എന്നെ ഒന്നും ചെയ്യരുത്. എന്റെ പൊന്നു സാറേ, എന്നോട് പൊറുക്കണം, എന്നോട് ക്ഷമിക്കണം. ഇപ്പോൾ കിട്ടിയ വാർത്ത. മുൻ ആഭ്യന്തരമന്ത്രി നടേശന്റെ കൊലപാതക കേസിൽ അറസ്റ്റിലായ SME കോളേജ് വിദ്യാർത്ഥി രമേശ് പ്രസാദ് കുറ്റം സമ്മതിച്ചു. പ്രതിയെ ഇന്ന് ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. SME കോളേജിലെ വിദ്യാർത്ഥികളും SDCPയുടെ പ്രവർത്തകരും പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. സ്റ്റേഷൻ പരിസരമാകെ സംഘർഷഭരിതമാണ്. അവളുമാരുടെ ഒരു ചാട ഇപ്പൊ എല്ലാം തീർന്നല്ലോ. വിട്ടു തരൂ, വിട്ടു തരൂ, അവനെ വിട്ടു തരൂ, വിട്ടു തരൂ, വിട്ടു തരൂ, അവനെ വിട്ടു തരൂ. പ്രിയമുള്ളവരെ, എല്ലാവരും ശാന്തത പാലിക്കുക, എല്ലാവരും ഡിസിപ്ലിനിങ് പാലിക്കുക. കണ്ട അനുസരണമുള്ള പ്രവർത്തകരെ കണ്ട. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സാർ. പ്രതിയെ ജനകീയ വിചാരണ ചെയ്യണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളായിരുന്നു. സാറിന്റെ പാർട്ടിക്കാരായതുകൊണ്ട് അടിച്ചോടിച്ച് പ്രശ്നം വഷളാക്കണ്ടെന്ന് കരുതിയാ. അതേതായാലും നന്നായി. ഇത് ഞാൻ ഇപ്പൊ സോൾവ് ചെയ്ത് തരാം. വായി നോക്കിക്കഥ കോളാമ്പി എടുത്തോണ്ട് വാടോ. അതെ, എപ്പോഴാണ് പാർട്ടിക്കാരായിട്ട് പേസ് ടു പേസ് സംസാരിക്കേണ്ടി വരികയെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് എപ്പോഴും ഫുൾ സെറ്റപ്പില്ല. പ്രിയമുള്ള പാർട്ടി പ്രവർത്തകരെ, ഞാൻ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് കസേരയിൽ ഇരുന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട നടേശൻ സാറിന്റെ കൊലപാതകയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട്. മരിച്ചിട്ടില്ല. അണികളുടെ മനസ്സിൽ നിന്ന് മരിച്ചിട്ടില്ലെന്ന്. നടേശൻ സാറിന്റെ കാതകനെ ഞങ്ങൾക്ക് വിട്ടുതരിക. ദയവ് ചെയ്ത് നിങ്ങൾ ബഹളം വെച്ച് കോംപ്രമൈസ് ചെയ്യരുത്. നമ്മുടെ പാർട്ടിക്ക് പറഞ്ഞിട്ടില്ല കോംപ്രമൈസിങ്. പ്രതിയെ കോടതിയിലേക്ക് കൊണ്ടുപോകാനുള്ള അവസരം ഉണ്ടാക്കി തരാൻ അപേക്ഷിക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ പ്രതിയെ ഒന്ന് കണ്ടിട്ട് വരാം. എല്ലാവരും അക്ഷമരായിരിക്കുക. എത്ര വൈരാഗ്യം ഉണ്ടെങ്കിലും ഒരാളെ കൊല്ലാന്ന് പറഞ്ഞ നിനക്ക് എങ്ങനെ ഇതിന് മനസ്സ് വന്നടാ മോനെ?
കോടതിയിലേക്ക് കൊണ്ടുപോകാൻ സമയമായി സാർ. കൊണ്ടുപോയിക്കോ, പാർട്ടിക്കാർ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ഞാൻ മൈക്ക് കൂടി അലൗൺസ് ചെയ്തല്ലേ. വിലങ്ങ് വെക്കാൻ വരട്ടെ. DGP വന്നതിന് ശേഷം കോടതിയിൽ കൊണ്ടുപോയാൽ മതി എന്നാണ് ഉത്തരവ്. സാർ എന്തോന്ന് ഈ പറയുന്നേ? ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും സാധനം അറിഞ്ഞിട്ടാ. അമ്മയും മോനും കൈ കിട്ടിയ കടിച്ചു കയറാൻ നിൽക്കുക പാർട്ടിക്കാര്. ഒരു വിധത്തിൽ അവരെ പറഞ്ഞു നിർത്തിയിരിക്കുക തങ്കപ്പൻ സാറ്. ജനവികാരം നോക്കിയല്ല കുറ്റവാളിയെ തീരുമാനിക്കേണ്ടത്. അല്ല, ഈ കേസിൽ സാറിന് എന്താ കാര്യം? താനെന്തിനാ ബേജാറാവണത്? DGP വന്നോട്ടല്ലേ. സാർ അതിന്റെ ആവശ്യം എന്താ? കേസ് ഞാൻ തെളിയിച്ചു കഴിഞ്ഞു. പ്രതി കുറ്റവും സമ്മതിച്ചു. ഈ കൊലപാതകം ചെയ്തത് രമേശല്ല. അമ്മയെ രക്ഷപ്പെടുത്താൻ അവനങ്ങനെ പറഞ്ഞതാവാം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ സംശയം തോന്നിയിരുന്നു. പെട്ടെന്നുള്ളൊരു വികാരാവേശത്തിൽ നടത്തിയ സ്റ്റാബ് ഇഞ്ചറി ആയിരുന്നില്ല മിനിസ്റ്ററുടെ ബോഡിയിൽ ഉണ്ടായിരുന്നത്. ഒരു ആസൂത്രിത കൊലപാതകത്തിന്റെ കരവിരുത് വളരെ പ്രകടമായിരുന്നു. എ പ്രൊഫഷണൽ ടച്ച്. DGP എത്തിക്കഴിഞ്ഞു സർ. അല്പം ലേറ്റ് ആയി പോയി സർ. എനിവേ ദ കേസ് ഈസ് സോൾവ്ഡ്. താങ്ക്സ്. ദിനേശനോ എപ്പോ വന്നു? രാവിലെ എത്തി. ചില ഇന്റർഫിയറൻസ് കാരണം കേസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടെങ്കിലും കമ്മീഷണർ കർത്ത അന്വേഷണം തുടരുന്നുണ്ടായിരുന്നു. മിനിസ്റ്ററുടെ കുക്ക് അറുമുഖന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഗസ്റ്റ് ഹൗസിനടുത്തുള്ള പെട്ടിക്കടയുടെ മുമ്പിൽ ഞാൻ വിശദമായ ഒരു പരിശോധന നടത്തി. അറുമുഖൻ തെറ്റിദ്ധരിച്ച് പോലീസ് ജീപ്പാണെന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഒരു നീല ക്വാളിസ് വാനായിരുന്നു. പക്ഷെ എനിക്ക് അവിടെ നിന്ന് വളരെ വിലപ്പെട്ട ഒരു തെളിവ് കിട്ടി. ബ്ലഡ് സ്റ്റെയിനുള്ള ഒരു കടലാസ് കഷ്ണം. വെറുമൊരു കടലാസ് കഷ്ണമായിരുന്നില്ല അത്. ഒരാളുടെ അഭിരുചി വ്യക്തമാക്കുന്ന എ പീസ് ഓഫ് എവിഡൻസ്. പ്രതി ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. 2 MLA-മാരുള്ള ഒരു പ്രാദേശിക പാർട്ടി. ഏത് മുന്നണി വന്നാലും ഇതിലൊരാൾ മന്ത്രിയായിരിക്കും. 20 വർഷമായി ഇതാണ് അവസ്ഥ. കോളേജിൽ വെച്ച് മിനിസ്റ്റർ നടേശന് രമേശന്റെ മർദ്ദനമേറ്റ അന്ന് സന്ധ്യ കഴിഞ്ഞ് മന്ത്രിമന്ദിരത്തിൽ ഒരു സംസാരം നടന്നു. ഇടോ തങ്കപ്പ, താൻ ഇത്രയ്ക്ക് മണ്ടനാണെന്ന് ഞാൻ കരുതിയില്ല. വേറെ നടക്കുന്ന കാര്യമല്ലേ ഉണ്ട്, പറടോ. അയ്യോ സാർ, എന്റെ മാനം കളയരുത്. ഞാൻ മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണാൻ എന്റെ ഭാര്യയും മക്കളും പാർട്ടി പ്രവർത്തകരും എല്ലാം നാട്ടിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. ഈടോ എന്നോട് ചോദിച്ചിട്ടാണോ അവരോട് പുറപ്പെടാൻ പറഞ്ഞത്? സാറല്ലേ പറഞ്ഞത് കേസ് ജയിച്ചു കഴിഞ്ഞാൽ അന്തസ്സോടെ രാജിവെക്കുന്നു. പിന്നെ നമ്മുടെ പാർട്ടിയിൽ നിന്നുള്ള മന്ത്രി ഞാനായിരിക്കുന്നു. ഇനി ഞാൻ അങ്ങനെ പറഞ്ഞാൽ തന്നെ താൻ അത് വിശ്വസിക്കാവോ? എടോ ദാസപ്പ, എനിക്കുള്ള 3 വീക്ക്നെസ്സുകൾ എന്തൊക്കെയാ? തങ്കപ്പനും അത് അറിയാമല്ലോ.